നിങ്ങൾക്കൊരു ഇൻ്റർനാഷണൽ സിനിമ പരിചയപ്പെടുത്തി തരട്ടെ. എക്കോ. എജ്ജാതി ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ അജാതി ഐറ്റം. ഏതാ പടം കോക്കണൻ്റെ ഭാഷയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നടാ പണി വെച്ചിരിക്കുകയെന്ന് ചോദിക്കേണ്ട ഐറ്റമാണ് സിനിമ. സിനിമയിൽ ജസ്റ്റ് ഒരു വൺ ലൈൻ ഞാൻ പറഞ്ഞുതരാം. ഒരു സ്വന്തം ഇഷ്ടപ്രകാരം തനിക്ക് ഇഷ്ടപ്പെടുന്നതെല്ലാം സ്വന്തമാക്കണം എന്ന്, അത് ഏത് രീതിയിലും സ്വന്തമാക്കണം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഒരിക്കൽ കാണാതെയാവുന്നു. ഒരു 2-3 വർഷം അദ്ദേഹം കാണാതെയാവുന്നു. അദ്ദേഹം ഏതോ ഒരു മലയിൽ ഒരു ഗുഹൻ്റെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ അദ്ദേഹത്തിനെ തേടി പോകുന്നു. അദ്ദേഹം എവിടെയെന്ന് അന്വേഷിച്ചെത്തുന്ന പോലീസുകാർ, അതേപോലെ തന്നെ അദ്ദേഹത്തിനെ രക്ഷിക്കാൻ വരുന്ന ഒരാൾ. ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് സിനിമയുടെ വൺ ലൈൻ പോകുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ചിന്തിക്കും കുറേ ഗുണ്ടകൾ കാര്യങ്ങളൊക്കെ വന്ന് അടി പിടി ബഹളം. ഇതൊന്നുമല്ല സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഈ ഒരു സ്റ്റോറി ആണെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് സിനിമ പോകുന്നത്. അതായത് സിനിമ തുടങ്ങി ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫിലൊന്നും നമുക്ക് മനസ്സിലാവില്ല ഇതിൻ്റെ കഥ എങ്ങനെയാണ് പോകുന്നത്, ഇതിൻ്റെ വില്ലൻ ഇങ്ങനെയാണ്, ഒന്നും തിരിയില്ല. അതാണ് ഈ സിനിമേൻ്റെ മേക്കിംഗ് എന്ന് പറയുന്നത്. അത്ര മനോഹരമാണ്. അതുപോലെ തന്നെ ഈ സിനിമയുടെ നെടുംതൂണ് എന്ന് പറയുന്ന കുറേ കഥാപാത്രങ്ങളുണ്ട്. ഒന്ന് ഇതിലെ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാർ, നരയൻ, വിനീത്, പിന്നെ അശോകൻ, കുറേ സീനിയേഴ്സ് ആക്ടേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ പുതിയ ഒരു ന്യൂജൻ പയ്യുണ്ട്, അവൻ്റെ പേരത്ര ഓർമ്മയില്ല, പക്ഷെ അടിപൊളിയായിട്ട് ചെക്കൻ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ നരയനെയൊക്കെ എനിക്ക് തോന്നുന്നു കറക്റ്റ് മലയാള സിനിമ ഉപയോഗിക്കാത്തൊരു നടനാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ നല്ല പെർഫോമൻസ് ഉണ്ട്. വിനീതിനെ പറ്റി പിന്നെ പറയേണ്ട ആവശ്യമില്ല. കാബൂളി വാല മുതൽ ഞാൻ വിനീതിൻ്റെ എല്ലാം ഭയങ്കര ഫാനാണ്. പക്ഷെ അദ്ദേഹത്തിനൊക്കെ ഇങ്ങനെ ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ് സിനിമയെല്ലാം ഇങ്ങനെ കിട്ടുന്നത്. പക്ഷെ അതായത് എല്ലാവരും പെർഫോമൻസാണ്. പിന്നെ ആ വയസ്സായ അഭിനയിച്ചിട്ടുള്ളൊരു ചേച്ചിയുണ്ട്, അവരെല്ലാം സൂപ്പറായിട്ടുണ്ട്. ഒരു മലേഷ്യക്കാരത്തി, അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. അതേപോലെ തന്നെ സിനിമേൻ്റെ BGM മുജീബ് മജീദ്, എൻ്റെ അമ്മോ, എന്തൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറാണെന്നറിയോ. അതേപോലെ തന്നെ സിനിമേൻ്റെ ഫോട്ടോഗ്രാഫ്, വീഡിയോ, ഈ വിഷ്വലായിട്ട് നമ്മളിങ്ങനെ കാണൂലേ. നമ്മളിപ്പോൾ ഫസ്റ്റ് സിനിമ തുടങ്ങുമ്പോൾ നമ്മൾ ആ സിനിമ അങ്ങ് ഹുക്ക് ചെയ്യും. പിന്നെ നമ്മളതിങ്ങനെ കണ്ട് ഈ രാത്രി നേരം വൈകിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അവസാനം വരെ ആ സിനിമ നിങ്ങൾ പിടിച്ചിരുത്തും. അവസാനം ഒരു 10 മിനിറ്റ് ഉണ്ട്. ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മൾ വെറും ഡയലോഗ് കൊണ്ട് മാത്രം തന്നെ തിയേറ്ററിലാണെങ്കിൽ നമ്മൾ എണീറ്റ് നിന്ന് കൈയടിച്ച് പോകും. അമ്മാതിരി പടം. എനിക്ക് തോന്നുന്നത് ലോക കണ്ടതിന് ശേഷം എനിക്കൊരു സിനിമ കണ്ടൊരു പൂർണ്ണ സാറ്റിസ്ഫാക്ഷൻ ആയത് ഈ ഒരു സിനിമയാണ്. ഇത് തിയേറ്ററിൽ പോയിട്ട് കാണാൻ പറ്റിയിട്ടില്ല, ഇവിടെ തിയേറ്റർ അടുത്തില്ലാത്തതുകൊണ്ട് പോകാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ടെലിഗ്രാമിൽ OTT റിലീസാണ്, ടെലിഗ്രാമിലുണ്ട്. നിങ്ങൾക്ക് സിനിമ വേണമെങ്കിൽ ഞാൻ ടെലിഗ്രാമിലെ ലിങ്ക് കമൻറ്റ് ഫിലിമിൻ്റെ ചോദിച്ചാൽ മതി, ഞാൻ നിങ്ങൾക്ക് ലിങ്ക് കമൻറ്റ് ചെയ്ത് തരാം. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒരു മസ്റ്റ് വാച്ച് ഫിലിം. ഒരു നിമിഷം പോലും നിങ്ങൾക്ക് ബോറടിക്കില്ല. പിന്നെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.